ഓഫീസ് സെക്രട്ടറി അതിനെതിരായി വോയിസ് വിടുകയുണ്ടായി. അത് നമ്മോടാരോടും ഓഫീസ് സെക്രട്ടറി നമ്മോടാരോടും ഒരു കൂടിയാലോചന നടത്താതെയാണ് അങ്ങനെയുള്ളൊരു വോയിസ് അദ്ദേഹം വിട്ടത്. അത് സത്യത്തിന് വിരുദ്ധമാണ്. ഈ 2 മണി കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെ സൈനുൽ ആബിദീൻ തങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. 1-2 വട്ടം വിളിച്ചപ്പോൾ തങ്ങൾ എടുത്തില്ല. പിന്നെ എടുത്തു. എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട്, നിങ്ങൾ ഫ്രീയിലുണ്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ നാട്ടിലുണ്ട്, എന്തോ റാത്തീബ് പരിപാടിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വിളിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര സമയം കഴിഞ്ഞിട്ട് വിളിക്കണം തങ്ങളെന്ന് ചോദിച്ചപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ് തങ്ങളെ പരിപാടി കഴിഞ്ഞതിന് ശേഷം തങ്ങൾ വിളിക്കുന്നു. ഞാൻ വിളിക്കാം, ഓർമ്മയായില്ലെങ്കിൽ നിങ്ങൾ വിളിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ അസറിൻ്റെ ശേഷം വീണ്ടും ഞാൻ വിളിച്ചപ്പോൾ അപ്പോൾ എന്തോ പരിപാടിയിലുള്ളതായിട്ടുള്ള ഒരു സൗണ്ട് വെച്ചപ്പോൾ പരിപാടിയിലുണ്ടെന്ന് മനസ്സിലായി. പിന്നെയും കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഏകദേശം ഒരു 6 മണിക്ക് ഞാൻ തങ്ങളെ വിളിച്ചപ്പോൾ തങ്ങൾ എന്ത് ഫൈസി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജമിയത്തുൽ ഉലമായുടെ യോഗം കൂടിയിട്ടുണ്ട്, ആ യോഗ തീരുമാനങ്ങൾ തങ്ങളെ അറിയിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലുള്ള തീരുമാനങ്ങളിൽ പെട്ടതാണ് തങ്ങൾ നാളത്തെ പരിപാടിയിൽ സംബന്ധിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ തങ്ങൾ ആലോചിക്കാമെന്ന് പറഞ്ഞു. പിന്നെയും കുറച്ച് സംസാരിച്ചു ഞങ്ങളെല്ലാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ബാങ്ക് കൊടുത്തു, മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുത്തു, നിർത്തി. തങ്ങളോട് ഞാൻ പറഞ്ഞു മഗ്‌രിബ് കഴിഞ്ഞതിന് ശേഷം വിളിക്കാമെന്ന്. മഗ്‌രിബ് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ ദിക്ർ ഔറാദിൽ ഉണ്ടാവില്ല, അതുകൊണ്ട് അപ്പോൾ വിളിച്ചില്ല. ഇശാക്ക് മുമ്പ് ഏതായാലും 2ാമത് വിളിച്ചു, തങ്ങൾ എടുത്തില്ല. പിന്നെ ഇശാ കഴിഞ്ഞിട്ട് ഒരു 9:30 മണി 10 മണിയുടെ ഉള്ളിലായിട്ട് പിന്നെയും വിളിച്ചു, അപ്പൊന്നും എടുത്തിട്ടില്ല. ഏതായാലും യോഗ തീരുമാനം തങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്. ഇതേ കഴിഞ്ഞ 8-ാം തീയതി മംഗലാപുരത്ത് വെച്ച് SMFന്റെ ഒരു യോഗം ചിലർ വിളിച്ചു ചേർക്കുകയുണ്ടായി. SMF രൂപീകരിക്കാൻ വേണ്ടി, ജില്ലാ കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഒരു സംഘടന, ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. നമ്മുടെ ജില്ലയിൽ SK, SSF, SYS ഇത് രൂപീകരിക്കുമ്പോൾ അത് മഹല്ലുകളിൽ അത് രൂപീകരിച്ച് പിന്നെ താലൂക്കുകളിലായി, മണ്ഡലങ്ങളിലായി ഈ നിലയ്ക്ക് വന്നിട്ടാണ് അവസാനം ജില്ലയിൽ അത് ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഈ ഒരു മാനദണ്ഡവും പരിഗണിക്കാതെ ചിലർ ജില്ലാ കമ്മിറ്റി വിളിച്ചു കൂട്ടാൻ വേണ്ടി, രൂപീകരിക്കാൻ വേണ്ടി രഹസ്യമായി പലരെയും വിളിച്ച് ചേർക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ സത്യത്തിൽ നമുക്കൊക്കെ അറിഞ്ഞത്, ഈ വിനീതനായി എനിക്കാണ് ആദ്യമായി അറിഞ്ഞത് ഈ കഴിഞ്ഞ 5-ാം തീയതി മംഗലാപുരത്തൊരു നിക്കാഹ് യതീംഖാനയിൽ പോയപ്പോൾ അവിടെ ഒരു ഹാജിയാർ എന്നോട് പറഞ്ഞു, 8-ാം തീയതിക്ക് SMF രൂപീകരിക്കുന്നുണ്ട്, അതിന് സ്ഥലമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയൂലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു എനിക്കറിയൂല എന്ന്. നിങ്ങൾ വിളിക്കാതെ പിന്നെന്ത് SMF രൂപീകരിക്കുന്നത് എന്ന് അദ്ദേഹം എൻ്റെ മുമ്പിൽ പറയുകയുണ്ടായി. അത് അന്ന് 5-ാം തീയതി 12 മണിൻ്റെ ശേഷമാണ് ഈ വിവരം കിട്ടുന്നത്. ഈ വിഷയം ഞാൻ നമ്മുടെ ജംഇയ്യത്തുൽ ഉലമയിൽ അതിൻ്റെ ചില വ്യക്തികളെ അത് അറിയിക്കുകയുണ്ടായി. 8-ാം തീയതിക്ക് നടക്കാൻ വേണ്ടി പോകുന്ന, രൂപീകരിക്കാൻ വേണ്ടി പോകുന്ന സുന്നി മഹല്ല് ഫെഡറേഷൻ 5-ാം തീയതി 12 മണിവരേക്കും സമസ്തയുടെ ഏറ്റവും വലിയ കീഴ്ഘടകങ്ങളിൽ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുന്ന കർണാടക ജംഇയ്യത്തുൽ ഉലമാക്ക് അറിയൂല. അത്രമാത്രം ഇവർ രഹസ്യമാക്കി ഈ വിഷയം.
ഇത് ഞങ്ങൾക്ക് അറിഞ്ഞപ്പോഴേക്ക് 5-ാം തീയതി അറിഞ്ഞപ്പോൾ 6-ാം തീയതി തന്നെ നമ്മുടെ ഇടയിലൊക്കെ അറിഞ്ഞു എന്നുള്ള വിവരം അവർക്ക് ലഭിച്ചപ്പോഴേക്ക് ഇനി അവിടെ രൂപീകരിക്കുമ്പോൾ അവർ ഉദ്ദേശിക്കാത്ത പലരും വന്നുകൂടുമോ എന്നൊരു ആശങ്ക അവർക്കുണ്ടായേക്കാം. 6-ാം തീയതി 5 മണിന്റെ ശേഷമാണ് എനിക്കൊരു കോൾ വരുന്നത്. കാരണം ഇത് അറിഞ്ഞല്ലോ എന്ന് വെച്ചിട്ടായിരിക്കാം കോൾ വിളിക്കുന്നത്. അപ്പൊ ഈ കോൾ വന്നപ്പോൾ ഞാനൊരു പരിപാടിയിലുണ്ടായിരുന്നു, എടുക്കാൻ കഴിഞ്ഞില്ല, എടുത്തില്ല. നമ്മുടെ ഇടയിൽ വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട് ഇവർ രൂപീകരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ 7-ാം തീയതി ബീച്ച് റോഡിൽ നമ്മുടെ സ്വാഗത സംഘം ഉണ്ടായിരുന്നു 100-ാം വാർഷികത്തിന്റെ. അപ്പോഴേക്കും ഫോണ് വന്നു. ആ സമയത്തും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളാണെങ്കിലോ ഈ വിവരം പറഞ്ഞു 7-ാം തീയതിക്ക് ജംഇയ്യത്തുൽ ഉലമ കർണാടക മുശാവറയിൽ കൂടി ചർച്ച നടത്തിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചു ആ പരിപാടിയിലേക്ക് ആരും പോകാൻ പാടില്ല എന്ന്. അവർ പോയെങ്കിലോ എന്നൊരു ചോദ്യം വന്നപ്പോഴേക്ക് KL ഉമർ ദാരിമി അവർ പറഞ്ഞു അവരെ പേരിൽ നടപടിയെടുക്കണം എന്ന്. എന്നിട്ട് ആ തീരുമാനിച്ചത് തന്നെയാണ്. അതിൻ്റെ ശേഷം അവിടെ ഒരു അഭിപ്രായം വന്നു, അത് നിർത്തിവെക്കാൻ വേണ്ടി അവരോട് പറഞ്ഞാലെന്തേ നമുക്ക് എന്ന്. 8-ാം തീയതിക്ക് നടക്കുന്ന SMFന്റെ മീറ്റിംഗ്, ആ കമ്മിറ്റി രൂപീകരിക്കുന്നത് നിർത്തിവെക്കാൻ വേണ്ടി പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് വലിയൊരു വിഷയമായതുകൊണ്ട് ഇതിന് കേന്ദ്രത്തിനോട് നേരിട്ട് നമുക്ക് പറയാം, അത് നിർത്തിവെക്കാൻ വേണ്ടി അവരോട് പറയാം, അത് ഞങ്ങൾ പറയുന്നത് വേണ്ട എന്ന്. അതും തീരുമാനിച്ചു. എന്നിട്ട് കേന്ദ്രത്തിൽ അറിയിച്ചു, സയ്യിദുൽ ഉലമയെ വിളിച്ചറിയിച്ചു. അപ്പൊ ആരോടായത് പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സൈനുൽ ആബിദീൻ തങ്ങളോട് പറഞ്ഞാൽ വളരെ നല്ലത് എന്ന്. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സൈനുൽ ആബിദീൻ തങ്ങൾക്ക് ഫോൺ വിളിച്ചു. 2 പ്രാവശ്യം വിളിച്ചു. മൂപ്പർ ഫോൺ എടുത്തില്ല. ഞാൻ അതിൻ്റെ ശേഷം സയ്യിദുൽ ഉലമാക്ക് വിളിച്ചു ചോദിച്ചു, അയാളോട് പറഞ്ഞോ എന്നുള്ള വിവരം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ സയ്യിദുൽ ഉലമ പറഞ്ഞത്, അയാൾക്ക് വിളിച്ചു, ഞാൻ ആ യോഗം നിർത്തിവെക്കാൻ വേണ്ടി പറയാൻ വിളിച്ചതല്ല, അത് നടത്തുമ്പോഴേക്ക് അത് നല്ല രീതിയിൽ ഭംഗിയായി നടത്തണമെന്ന് മാത്രം പറയാനാണ് വിളിച്ചത്. അയാൾ ഫോൺ എടുത്തുമില്ല, തിരിച്ച് വിളിച്ചതുമില്ല എന്ന് സയ്യിദുൽ ഉലമ പറഞ്ഞു. ഇവിടെ ആരും പോകണ്ട എന്ന് പറഞ്ഞ തീരുമാനം അത് തീരുമാനിച്ചത് തന്നെയാണ്, അത് തിരുത്തിയിട്ടില്ല. പിന്നെ അവിടെ ഉണ്ടായ അഭിപ്രായം, ഇത് ഞങ്ങൾ നേരിട്ട് ഇവരെ അറിയിക്കണമോ ആ പരിപാടി നിർത്തിവെക്കണമെന്നുള്ളത്, അതിലുള്ള അഭിപ്രായത്തിലാണ് അത് കേന്ദ്രത്തിന് അറിയിക്കാം എന്ന് തീരുമാനിച്ചത്. എന്നല്ലാതെ നമ്മുടെ ഓഫീസ് സെക്രട്ടറി നമ്മോട് ആരോടും കൂടാലോചന നടത്താതെ, ഒരു ഓഫീസ് സെക്രട്ടറി ആകുമ്പോഴേക്ക് ഇവിടെ പ്രധാന കാര്യദർശിയുണ്ട്, വർക്കിംഗ് സെക്രട്ടറി ഉണ്ട്, പക്ഷേ അവരോട് ഒന്നും ഒരു കൂടാലോചന നടത്താതെ മൂപ്പര് വോയിസ് വിട്ടു. എന്ത് ചില വോയിസുകളൊക്കെ അദ്ദേഹം വിട്ടു. അതിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി ഞാൻ ഫോൺ വിളിച്ചു, പക്ഷെ 2 നമ്പർ സ്വിച്ച് ഓഫ് ചെയ്ത് കൂടിയാണ്. ഇതിൽ നമുക്ക് വലിയ വിഷമമുണ്ടായി. മംഗലാപുരത്ത് ഇങ്ങനെയുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോഴേക്ക് ഗഹനമായി ചിന്തിക്കേണ്ടിയിരുന്നു. എന്ത് 2 കൊല്ലം മുമ്പ് ഇതേപോലെ മംഗലാപുരത്ത് കങ്കനാടിയിൽ തന്നെ ഇതുപോലൊരു ഹാളിൽ വെച്ചിട്ട് വിളിച്ചു ചേർത്തിരുന്നു. അതായത് ജില്ലാ കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി. അന്നും ചില ആളുകാർ മാത്രം അവരെ കൈവശമാക്കി വെക്കുന്നു എന്നറിഞ്ഞപ്പോ അവിടെ നിന്ന് വലിയ പ്രശ്നമുണ്ടായി. അന്ന് പ്രശ്നമുണ്ടായത് ഒരു ലെറ്റർ ഹെഡ് അതിൽ കൂടി അറിയിച്ചത് കൊണ്ടൊന്നുമല്ല അന്ന് കുഴപ്പമുണ്ടായത്. അന്നും ഈ ഹുദവി അവിടെ ഉണ്ട്, അദ്ദേഹത്തിന് അറിയാം ആ സംഗതി. വലിയ പ്രശ്നമുണ്ടായി അവിടെ, രൂക്ഷമായി.
അവസാനം കേന്ദ്രത്തിൽ നിന്ന് വന്ന ബഹുമാനപ്പെട്ട നേതാക്കൾ ഷാഫി ഹാജി അടക്കം അവർ കമ്മിറ്റി രൂപീകരിക്കാൻ കഴിയാതെ ഒരു 5 അംഗം സമിതിയെ തെരഞ്ഞെടുത്തു, അഡ്വോക്ക് കമ്മിറ്റിയായി. അതിൽ ഈ വിനീതനുമുണ്ട്. 5 പേരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇനൊരു അവസരം നിങ്ങൾ വന്നിട്ട് ഇവിടെ രമ്യമായി നല്ല രീതിയിൽ രൂപീകരിക്കാമെന്ന് പറഞ്ഞു പോയി. പക്ഷെ 2 കൊല്ലത്തിന്റെ ഇടയിലായി ഒരു പ്രാവശ്യം പോലും ഇങ്ങോട്ട് വന്നില്ല. ഇപ്പോഴാണെങ്കിലോ നമുക്കൊന്നും അറിയൂല. സൈനുൽ ആബിദീൻ തങ്ങളെ പറഞ്ഞ് ചേളാരിൽ വെച്ചിട്ട് മീറ്റിംഗ് ചേർന്നു, അവിടെ തീരുമാനിച്ചതാണ് ഒരു അഡ്വോക്ക് കമ്മിറ്റി എടുത്തത്. പക്ഷേ ചന്ദ്രിക പേപ്പറിൽ വന്നത് അങ്ങനെയല്ല. അത് ചേളാരിൽ വെച്ച് ചേർന്നത് എന്ന് ചന്ദ്രിക പത്രത്തിലില്ല. അതിൽ ദാറുൽ ഹുദയിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് ചേർന്നത് എന്ന് തങ്ങൾ അങ്ങനെ പറഞ്ഞത് മനഃപൂർവ്വം അങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല. എവിടെയാണ് അതിൽ തെറ്റ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. ഏതായാലും നമ്മുടെ ജംഇയ്യത്തുൽ ഉലമ ആരും പോകാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തത് അത് സൈനുൽ ആബിദീൻ തങ്ങളെ അറിയിക്കാനും ആ പരിപാടി നിർത്തിവെക്കണം, 8-ാം തീയതിക്ക് രൂപീകരിക്കുന്ന പരിപാടി നിർത്തിവെക്കണം എന്നുള്ളത് സയ്യിദുൽ ഉലമയെ കേന്ദ്രത്തിനെ അറിയിക്കാൻ എന്നെയും ഏൽപ്പിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഫൈസി ഉസ്താദ് ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ അവരുകളെ വിളിച്ച് നിങ്ങൾ പോകാൻ പാടില്ല, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പോകാൻ പാടില്ല എന്ന്. പക്ഷേ തങ്ങൾ പോയി സയ്യിദുൽ ഉലമയുടെ ഫോണും എടുത്തില്ല. ഈ ജില്ലയുടെ ഞാടിയും ഞരമ്പും അറിയുന്ന ആളാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സൈനുൽ ആബിദീൻ തങ്ങൾ. നമ്മുടെ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റാണ്. എന്നാൽ ഒരു പ്രാവശ്യമാണെങ്കിലും കമ്മിറ്റി എടുക്കാനുണ്ട്, ഞങ്ങളൊക്കെ അതിൽ കൂടണമെന്ന് ജംഇയ്യത്തുൽ ഉലമാന്റെ മെമ്പർമാരോട്, എന്നോടോ ഉസ്മാൻ ഫൈസിയോടോ ആരോടും അത് പറഞ്ഞില്ല. തങ്ങൾക്ക് പറയാൻ അവസരമുണ്ടായിരുന്നു, തങ്ങൾ പറഞ്ഞില്ല. തങ്ങൾക്ക് 7-ാം തീയതിക്ക് നടക്കുന്ന നമ്മുടെ ജംഇയ്യത്തുൽ ഉലമ മീറ്റിംഗിൽ വന്നിട്ട് അവിടെയാണെങ്കിൽ പറയാമായിരുന്നു, നാളെ 8-ാം തീയതിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ ഇതിൽ വരണം എന്ന് പറയണമായിരുന്നു. അതും തങ്ങൾ പറഞ്ഞില്ല. ഞാനൊരു വോയിസ് വിട്ടിരുന്നു. എന്നോട് പലരും ചോദിച്ചു, അങ്ങനെ ഒരു അഡ്വോക്ക് കമ്മിറ്റി അവിടെ എടുത്തിട്ടുണ്ടോ, നിങ്ങൾ പോയിട്ടുണ്ടോ ദാറുൽ ഹുദയിൽ നിന്ന്? ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വിവരം അതിനെക്കുറിച്ച് അറിയൂല എന്ന് ഞാൻ പറഞ്ഞു. ആ പറഞ്ഞതിന്റെ ശേഷമാണെങ്കിലും ഒരു പ്രാവശ്യം തങ്ങളോ അതിൽ പ്രവർത്തിക്കുന്ന ആളോ നിങ്ങൾ എന്തിനാ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ വിട്ടുപോയതാണ്, നിങ്ങൾ അങ്ങനെ ഇവിടെ ഞങ്ങൾ പേര് ചേർത്തിട്ടുണ്ട് എന്നും പറഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ ആരും അറിയാതെ രഹസ്യമായി ഇങ്ങനെയുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഒരു തീരുമാനമാണ് അവരിൽ നിന്നിട്ട് ഉണ്ടായത്. സൈനുൽ ആബിദീൻ തങ്ങൾ പറയുന്നു, 50ഓളം മഹല്ലുകളെയും വിളിച്ചു ചേർത്തി ഒരു വായിസ് വിട്ടു മൂപ്പർ, എന്നിട്ട് ഉലമാക്കളെയും എന്ന് പറഞ്ഞു. തങ്ങള് ഏത് ഉലമാക്കളെയാണ് ഉദ്ദേശിക്കുന്നത്? ജംഇയ്യത്തുൽ ഉലമ ഇവിടെയുണ്ട്, അറിയിച്ചിട്ടില്ല. SKSSF ഉലമാക്കൾ അതിനുമുണ്ട്, അറിയിച്ചിട്ടില്ല. ആരെയാണ് അറിയിച്ചത്? കൂടെ നിൽക്കുന്ന ആൾക്കാരെ മാത്രമാണോ ഉദ്ദേശിച്ചത്? നമ്മെ ആരെയും വിളിച്ചിട്ടില്ലല്ലോ. തങ്ങളാ പറഞ്ഞതിൽ നമുക്കതിൽ വിഷമമുണ്ട്. ആലോചിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കൂടിയത് തങ്ങൾ പറഞ്ഞു. ആലോചന നടത്താൻ കൂടുന്നെങ്കിൽ അഡ്വോക്ക് കമ്മിറ്റി 15 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നല്ലേ പറയുന്നത് അഡ്വോക്ക് കമ്മിറ്റിയിലേക്ക്. ആ 15 പേര് കൂടിയിട്ടല്ലേ അവിടെ ആലോചന നടത്തേണ്ടത്? 50 മഹല്ലുകാർ വന്നിട്ട് ആലോചന നടത്തി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായത് ഇങ്ങനെയുള്ള ഒരു തീരുമാനം? 50 മഹല്ലുകാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ജില്ലാ കമ്മിറ്റി രൂപീകരിക്കാൻ തന്നെയാണ് വിളിച്ചു ചേർത്തത്. അപ്പൊ ഇതിലെല്ലാം വലിയ നിഗൂഢതകളുണ്ട്, രഹസ്യമുണ്ട്. നമ്മെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു കമ്മിറ്റിയാണ് രൂപീകരിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നമുക്ക് അറിയുകയും നാം അതിൽ വളരെയേറെ വേദനിക്കുകയും ചെയ്തു. ഉന്നതമായ പദവിയിലിരിക്കുന്നവർ തന്നെ ക്ഷണിച്ചില്ലല്ലോ എന്ന്. എന്നാൽ നമ്മെ ചില ആളുകാർ ഒരു വിദ്യാഭ്യാസ ബോർഡ് മെമ്പറിനോട് നിങ്ങളുടെ അവിടെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ ഖാദിയാറ് വിളിച്ചിട്ടുണ്ട്, പോകാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു എന്നാണ് വിവരം കിട്ടിയത്. എന്നാൽ ഒരു ഖാദിയാറ് പോലും നമുക്കൊരു ഫോൺ വിളിച്ച് നമ്മോട് അറിയിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. ഇതിന് മുമ്പ് 8-ാം തീയതിക്കാണ് ഈ ജില്ലാ കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി ഒരു തീയതി വെച്ചത്. 8-ന് കേന്ദ്രത്തിൽ മുശാവറ ഉണ്ട് എന്ന് അവർക്കറിയാം. ഞാനും ഉസ്മാൻ ഫൈസി എങ്ങനെ അതിലെത്തൂല എന്നവർക്കറിയും.
എന്നിട്ട് മനഃപൂർവ്വം അത് വെച്ചതുപോലെയല്ലേ സമൂഹം അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? 2 വർഷം മുമ്പ് ഇത്രയും വലിയ പ്രശ്നമുണ്ടായിട്ട് അലസിപ്പിരിഞ്ഞ സ്ഥിതിക്ക് ഈ പ്രാവശ്യം അതേ കേന്ദ്രത്തിന്റെ നേതാക്കളെ കൊണ്ടുവരുമ്പോൾ അവർ വേദനയോടുകൂടെ തിരിച്ചു പോകാത്തൊരവസ്ഥ ഉണ്ടാക്കി ഇവിടുത്തെ ചുറ്റുപാട് അന്തരീക്ഷം അതിൽ മുന്നിൽ നിന്ന് ആളുകാർ അത് ഏറ്റ് ചെയ്ത് തീർക്കേണ്ടതല്ലേ? പക്ഷേ അതൊന്നും അത് ചെയ്തില്ല, ചെയ്യാതെയാണ് ഈ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ആര് പോകാൻ പാടില്ല എന്ന് ജംഇയ്യത്തുൽ ഉലമയുടെ ലെറ്റർ ഹെഡിൽ അത് വന്നിട്ടുണ്ട്. അതും കൂടി വ്യാജമാണ് എന്ന് പറഞ്ഞു. ഒരു ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ വന്ന ഒന്നിനെ കുറിച്ച് വ്യാജം എന്നുള്ളൊരു പദം ഉപയോഗിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ടതല്ലേ അത്? എന്താണ് അങ്ങനെ വരുന്നത്? ആദ്യം ഒരാൾ പറഞ്ഞു വ്യാജമാണ് എന്ന്, രണ്ടാമത് അതേ വാക്ക് വീണ്ടും ഒരു ഹുദവി ആ പദം പ്രയോഗം നടത്തുകയും ചെയ്തു. ഈ ഹുദവി ജംഇയ്യത്തുൽ ഉലമയിൽ ഉള്ള ആളല്ല. അയാൾക്ക് വിളിച്ചു ചോദിക്കാമായിരുന്നു, എന്നോടോ ഉസ്മാൻ ഫൈസിയോടോ ആരോടെങ്കിലും എന്താണ് സംഭവം എന്ന്. അത് ചോദിക്കാതെ അദ്ദേഹത്തിന്റെ ഒരു അടുത്ത സുഹൃത്ത് പറഞ്ഞ വായിസ് മാത്രം അയാൾ കേട്ടിട്ടാണ് അത് വ്യാജമെന്ന് പറഞ്ഞത്. ചെയ്തത് ഒരു മാനദണ്ഡമില്ലാതെ ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി. അത് തെറ്റ് പറ്റിയതാണെങ്കിൽ നമുക്ക് പറ്റിയ അബദ്ധമാണ്, ക്ഷമിക്കണം, നമുക്ക് ഒന്നായിട്ട് നല്ല രീതിയിൽ രൂപീകരിക്കാം എന്ന് പറയണം. കാരണം SMF എന്നുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമാണ്. അതിൽ ഞങ്ങൾ അത് രൂപീകരിക്കാൻ മുന്നിൽ നിൽക്കുന്നവരാണ്. അത് വളരെ ആവശ്യമാണ്. അത് മഹല്ലുകളിൽ അതിനാരും എതിർക്കുകയില്ല. നമ്മുടെ ജില്ലയിൽ പിന്നെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ഇവിടുത്തെ ഉലമാക്കളായിട്ട് അങ്ങനത്തെ ഒരു ഭിന്നതയില്ല. അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടി വളർന്നുയർന്ന് നിൽക്കുന്നത് ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് രമ്യമായി നമുക്കിവിടെ പരിഹരിക്കാമല്ലോ. ഇവിടെയുള്ള അറിവില്ലാത്ത ജനങ്ങളുടെ മനസ്സുകളിൽ തെറ്റിദ്ധാരണകൾ ഇട്ടുകൊടുത്ത് ഭിന്നതയുണ്ട് എന്ന് എന്തിനാണ് ഒരു രൂപമുണ്ടാക്കി തീർക്കുന്നത്? അത് ശരിയല്ലല്ലോ. അപ്പൊ നമുക്ക് പറയാനുള്ളത് അത് ജംഇയ്യത്തുൽ ഉലമയുടെ ലെറ്റർ ഹെഡിൽ വന്നതാണ്. അതേപോലെ തന്നെ ആര് പോകാൻ വേണ്ടി പാടില്ലെന്നുള്ള തീരുമാനിച്ചതാണ്. ഒരാളല്ലാതെ ഒരാളല്ലാതെ അവരോട് കൂടെ നിൽക്കുന്ന ഒരാളല്ലാതെ നമ്മുടെ ജംഇയ്യത്തുൽ ഉലമയിൽ അന്ന് അവിടെ വന്നു കൂടിയ പങ്കെടുത്ത ഒരാളും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. ആ ലെറ്റർ ഹെഡ് അതിൽ വന്നത് വ്യാജമാണത് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ SMF അത് ഭംഗിയായി അത് നടക്കണം. അത് നമുക്ക് ഒരു എതിർപ്പും നമുക്കതിലില്ല. ആരോട് നമുക്കൊരു വിദ്വേഷവുമില്ല. ഞങ്ങള് ഈ പ്രശ്നം രൂക്ഷമാകുന്നത് വേണ്ടാന്ന് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നും വരാതിരുന്നതാണ്. പക്ഷേ ഒരാളൊരു വോയിസ് വിട്ടു, അതിനുശേഷം രണ്ടാമത് പിന്നൊരാൾ വിട്ടു, മൂന്നാമത് പിന്നൊരു വോയിസും കൂടി വന്നപ്പോഴേക്ക് ജംഇയ്യത്തുൽ ഉലമയെ ഞങ്ങളൊക്കെ ഈ തീരുമാനം അത് നുണയാണ് എന്ന് വരുത്തിക്കൂട്ടുന്ന രീതിയിൽ, നമ്മുടെ ഭാഗത്ത് സത്യമില്ല എന്ന് വരുത്തിക്കൂട്ടുന്ന രീതിയിൽ ഇങ്ങനെയുള്ളതൊക്കെ വന്നപ്പോഴേക്ക് അനിവാര്യമായിട്ട് നമുക്കിതിന് മറുപടി നൽകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത് ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് സത്യം, ഇതിലൊരു കളങ്കവുമില്ല. അതുകൊണ്ട് ജനങ്ങൾ ആരും ഈ വോയിസുകളൊക്കെ വരുമ്പോഴേക്കും മറ്റുള്ള ആളുകാരുടെ വോയിസുകൾ ഒന്നും സ്വീകരിച്ച് ആരും വഞ്ചിതരായി പോകരുത്. ആരെയും കൂട്ടാതെ രഹസ്യമായിട്ട് നടത്താനുള്ള അജണ്ടയായിരുന്നു അത്. അതിനെയാണ് അവസാനം ഈ ഒരു പ്രശ്നം ഉടലെടുക്കുമായിരുന്നില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നവരാളുണ്ടെങ്കിൽ അത് സൈനുൽ ആബിദീൻ തങ്ങളാണ്. തങ്ങൾ ഇത്രയ്ക്ക് അതിന് പോയി കൂടിയിട്ടും എല്ലാം ആയ തങ്ങളാണ്. നമുക്ക് വളരെയേറെ ആദരവും ബഹുമാനവും നമുക്കുണ്ട്. തങ്ങള് മീറ്റിംഗിന് ഭരിക്കും കൊല്ലത്തിൽ 1 or 2 മീറ്റിംഗിന്, ചിലപ്പോൾ 3-നായിരിക്കും, 8 or 10 മീറ്റിംഗ് നടന്നാൽ തങ്ങൾ വരാറില്ല. എന്നാലും ആദ്യകാലത്ത് കൂടെ നിന്ന് നമ്മോട് കൂടെ നിന്ന് പ്രവർത്തിച്ചാലും ഇന്നും സമസ്തയുടെ ആളാണ് എന്നതുകൊണ്ട് തങ്ങളെ ഞങ്ങൾ പിന്നെയും ഞങ്ങൾ ഒക്കെ കൂട്ടി തന്നെ നടക്കുകയാണ്. അത്രയും നമുക്ക് ആദരവും ബഹുമാനവും ഉണ്ട്. ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാമായിരുന്നു. തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു. മുമ്പൊരു പ്രാവശ്യം അലസി പിരിഞ്ഞതുപോലെ ആകാൻ പാടില്ല. ഈ പ്രാവശ്യം നന്നായി അത് നല്ലൊരു കമ്മിറ്റി രൂപീകരിക്കണം
എന്നൊക്കെ തങ്ങൾ നിർദ്ദേശം കൊടുക്കേണ്ടവർക്ക് കൊടുത്തിരുന്നു എങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. തങ്ങൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്യുകയില്ല എന്ന് നമുക്കറിയാം. ആരോ തങ്ങൾ അങ്ങനെ നിർബന്ധിച്ച് അങ്ങനെ ചെയ്യിപ്പിച്ചതായിരിക്കാം. അത് നമുക്കൊന്നും അറിയാതെ നമ്മോട് ഒരു വാക്കും തങ്ങൾ പറഞ്ഞില്ലല്ലോ. അതിന് വേദനയുണ്ട്. തങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളല്ല. സമസ്തയ്ക്ക് വേണ്ടി വളരെയേറെ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച ഒരാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും കഠിനാധ്വാനം ചെയ്യാനും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ച് സയ്യിദുൽ ഉലമയോടെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഈ പ്രത്യേകമായ രൂപത്തിൽ ഇവിടെ ജമിയത്തുൽ ഉലമായുടെ പ്രതിനിധികളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് കൂടിയും കൊണ്ട് ഈ മാധ്യമങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ഉള്ള പ്രത്യേക സാഹചര്യം ബഹുമാനപ്പെട്ട ബംബ്രാണി ഉസ്താദ് നിങ്ങളോട് വിവരിച്ചു. ഇതേ ഒക്ടോബർ 7-ാം തീയതി സമസ്ത 100-ാം വാർഷികത്തിൻ്റെ സ്വാഗത സമിതി യോഗം 11 മണിക്ക് ഒരുമിച്ച് കൂടുകയുണ്ടായി. അതിന് മുമ്പ് ജമിയത്തുൽ ഉലമായുടെ യോഗം 10 മണിക്ക് ചേരുകയും ചെയ്തു. ഈ യോഗത്തിൽ വെച്ചുകൊണ്ട് 100-ാം വാർഷികത്തിൻ്റെ വിജയത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ സയ്യിദുൽ ഉലമായുടെ ഡിസംബർ 19 മുതൽക്ക് 28 തീയതി വരേക്ക് നടക്കുന്ന സന്ദേശയാത്രയുടെ കാര്യങ്ങളും അതിന് വിജയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് സംസാരിക്കുകയുമുണ്ടായി. അതിൻ്റെ ഇടയിൽ ജമിയത്തുൽ ഉലമായുടെ യോഗത്തിൽ പല കാര്യങ്ങൾ തീരുമാനിച്ചതിൻ്റെ ഇടയിൽ പിറ്റേ ദിവസം 8-ാം തീയതി മംഗലാപുരത്ത് ആരോ വന്ന് രൂപീകരിക്കുന്ന SMFൻ്റെ കാര്യവും ചർച്ചയിൽ വന്നു. ആ സന്ദർഭത്തിൽ ആ SMF ഞങ്ങൾക്കാർക്കും അറിഞ്ഞുകൊണ്ടുള്ള അല്ല, ജമിയത്തുൽ ഉലമായുമായോ അല്ലെങ്കിൽ മറ്റുള്ള കീഴ്ഘടകങ്ങളുമായോ ആലോചിച്ചുകൊണ്ടോ ഈ ഡേറ്റ് അറിയിച്ചുകൊണ്ടോ അല്ല അന്ന് അവർ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ജമിയത്തുൽ ഉലമായിൽ ആലോചിക്കുകയും ആ SMF അതൊരു ദുരുദ്ദേശത്തോടു കൂടെയാണ് എന്ന് മനസ്സിലാക്കുകയും ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഉലമാക്കളെയോ പ്രധാനപ്പെട്ട മഹല്ല് നേതാക്കളെയോ അറിയിക്കാതെ കുറഞ്ഞ ആൾക്കാർ മാത്രം, അവരുമായി ബന്ധപ്പെടുന്ന അവർ പറഞ്ഞതിന് അംഗീകരിക്കുന്ന ആൾക്കാർ മാത്രം ഒരുമിച്ച് കൂടിയും കൊണ്ട് രൂപീകരിക്കുമ്പോൾ അതിലെന്തോ ഒരു ദുരൂഹതയുണ്ട് എന്ന് മനസ്സിലാക്കിയും കൊണ്ട് ജമിയത്തുൽ ഉലമ തീരുമാനിച്ചു ആ പരിപാടിയിൽ ആരും സംബന്ധിക്കാൻ പാടില്ല. ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാരോ അതിൻ്റെ കീഴ്ഘടകങ്ങളുടെ പ്രവർത്തകന്മാരോ അതിൽ സംബന്ധിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയും അത് ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റാകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളെ അറിയിക്കാൻ വേണ്ടി പ്രത്യേകമായി എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് 7-ാം തീയതി മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ഏകദേശം 2 മണിയോളം ആയിട്ടുണ്ട്. ഈ 2 മണി കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെ സൈനുൽ ആബിദീൻ തങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. 1-2 വട്ടം വിളിച്ചപ്പോൾ തങ്ങൾ എടുത്തില്ല. പിന്നെ എടുത്തു. എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട്, നിങ്ങൾ ഫ്രീയിലുണ്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ നാട്ടിലുണ്ട്, എന്തോ റാത്തീബ് പരിപാടിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് വിളിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര സമയം കഴിഞ്ഞിട്ട് വിളിക്കണം തങ്ങളെന്ന് ചോദിച്ചപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ് തങ്ങളെ പരിപാടി കഴിഞ്ഞതിന് ശേഷം തങ്ങൾ വിളിക്കും. ഞാൻ വിളിക്കാം, ഓർമ്മയായില്ല അങ്ങനെ നിങ്ങൾ വിളിച്ചോളിയെന്ന് പറഞ്ഞു. അങ്ങനെ അസറിൻ്റെ ശേഷം വീണ്ടും ഞാൻ വിളിച്ചപ്പോൾ അപ്പോൾ എന്തോ പരിപാടികളിലായിട്ടുള്ള ഒരു സൗണ്ട് വെച്ചപ്പോൾ പരിപാടികളുണ്ടെന്ന് മനസ്സിലായി. പിന്നെയും കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഏകദേശം ഒരു 6 മണിക്ക് ഞാൻ തങ്ങളെ വിളിച്ചപ്പോൾ തങ്ങൾ എന്ത് ഫൈസി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജമിയത്തുൽ ഉലമായുടെ യോഗം കൂടിയിട്ടുണ്ട്, ആ യോഗ തീരുമാനങ്ങൾ തങ്ങളെ അറിയിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലുള്ള തീരുമാനങ്ങളിൽ പെട്ടതാണ് തങ്ങൾ നാളത്തെ പരിപാടിയിൽ സംബന്ധിക്കാൻ പാടില്ല എന്ന്.
അപ്പോൾ തങ്ങൾ ആലോചിക്കാമെന്ന് പറഞ്ഞു. പിന്നെയും കുറച്ച് സംസാരങ്ങൾ സംസാരിച്ചു ഞങ്ങളെല്ലാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ബാങ്ക് കൊടുത്തു, മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുത്തു, നിർത്തി. തങ്ങളോട് ഞാൻ പറഞ്ഞു മഗ്‌രിബ് കഴിഞ്ഞതിന് ശേഷം വിളിക്കാമെന്ന്. മഗ്‌രിബ് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ ദിക്ർ ഔറാദിൽ ഉണ്ടാവില്ല, അതുകൊണ്ട് അപ്പോൾ വിളിച്ചില്ല. ഇശാക്ക് മുമ്പ് ഏതായാലും രണ്ടാമത് വിളിച്ചു, തങ്ങളെടുത്തില്ല. പിന്നെ ഇശാ കഴിഞ്ഞിട്ട് ഒരു 9:30 മണി 10 മണിയുടെ ഉള്ളിലായിട്ട് പിന്നെയും വിളിച്ചു, അപ്പൊന്നും എടുത്തിട്ടില്ല. ഏതായാലും യോഗ തീരുമാനം തങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്. അത് തീരുമാനിച്ചത് തന്നെയാണ്. തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തങ്ങളെ വിളിച്ച് അറിയിക്കൂലല്ലോ. തീരുമാനിക്കാത്തൊരു കാര്യം ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ യോഗത്തിൽ തീരുമാനിച്ചതാണ്, ആരും സമ്മതിക്കാൻ പാടില്ല, തങ്ങളും അതിൽ പോകാൻ പാടില്ല, ആ വിഷയം തങ്ങൾക്ക് അറിയിക്കണമെന്ന്. അതിൻ്റെ ശേഷം പിന്നെ തീരുമാനിച്ചിട്ടില്ല എന്ന് ആരോ ഒരാൾ പറയുന്നത് അത് കളവാണ്, അത് ശരിയല്ല. അതിൻ്റെ മിനിറ്റ്സ് ബുക്കെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാവരും കൂടി തീരുമാനിച്ചതാണ്. ബാക്കിയുള്ള ആരും തന്നെ ഒരു വ്യക്തിയല്ലാതെ വേറെ ആരും അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തീരുമാനിച്ച കാര്യങ്ങൾ തന്നെയാണ്. സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ അത് സമസ്ത അംഗീകരിച്ചൊരു സംഘടന തന്നെയാണ്. പക്ഷേ അതതിൻ്റെ രൂപത്തിലായിരിക്കണം. ഒരു വിഭാഗം മാത്രം വന്ന് അത് അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം, ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രം വിളിച്ച് ചേർത്തുകൊണ്ട് അത് രൂപീകരിക്കുമ്പോൾ അത് ജില്ലയിലുള്ള എല്ലാവർക്കും പ്രയാസമാണ്. അതുകൊണ്ടാണ് അതിലാരും സമ്മതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ യോഗത്തിൽ തീരുമാനിച്ചതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അതിൽ സംബന്ധിക്കേണ്ട, പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് എല്ലാവരും സമസ്തയുടെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും കൂടിയിട്ട് SMF രൂപീകരിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടി എല്ലാവരും തയ്യാറാകണം. ഇൻഷാ അല്ലാഹ് ഇനിയും SMF നമുക്ക് സമസ്തയുടെ കീഴ്ഘടകം തന്നെയാണ്. എല്ലാവരെയും, ജില്ലയിലുള്ള എല്ലാ പ്രവർത്തകന്മാരെയും കൂട്ടിയിട്ട് നല്ല ഒരു ഭദ്രമായ SMF രൂപീകരിക്കണം. എന്നിട്ട് ബാക്കിയുള്ള സംഘടനകളെല്ലാം ഇവിടെ പ്രവർത്തിക്കും പോലെ SKSF, SYS പോലെയുള്ള ബാക്കിയുള്ള എല്ലാ സംഘടനകളും പ്രവർത്തിക്കും പോലെ അതും പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ സംഘടനയ്ക്ക് വേണ്ടി, സമസ്തയ്ക്ക് വേണ്ടി നല്ല നിലക്ക് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും, സമസ്തക്കും ജമിയത്തുൽ ഉലമായിനും കീഴ്ഘടകങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ദാറുൽ ഹുദയിൽ വെച്ചുകൊണ്ട് SMFൻ്റെ ഒരു അഡ്ഹോക്ക് സമിതി രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായപ്പോൾ ഞാനും ബമ്രാണി ഉസ്താദും ഞങ്ങൾക്ക് ആ വിഷയം അറിയുകയില്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷം കോഴിക്കോട് വെച്ചുകൊണ്ട് സമസ്തയുടെ ഒരു സ്വാഗത സമിതിയുടെ യോഗം കൂടിയപ്പോൾ ആലിപ്പറമ്പ് അതിൽ വന്നിരുന്നു. ആലിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പ് SMF രൂപീകരിക്കാൻ വേണ്ടി നമ്മുടെ ജില്ലയിലേക്ക് വന്നുകൊണ്ട് ഒരു 4-5 ആളെ തിരഞ്ഞെടുത്തിട്ട് പിന്നെ രൂപീകരിക്കാൻ കഴിയാതെ അങ്ങനെ പോയതാണ്. ആ ആലിപ്പറമ്പ് എന്നെ കണ്ടപ്പോൾ ഞാനും അയാളുമായി സംസാരിച്ചു ഈ വിഷയത്തിൽ. അപ്പം അദ്ദേഹം പറഞ്ഞു, പിന്നെ ദാറുൽ ഹുദയിൽ അങ്ങനെ രൂപീകരിച്ചിട്ടില്ല. അത് കല്ലായി, അബ്ദുറഹ്മാൻ കല്ലായി ഒരു ലിസ്റ്റ് കൊണ്ടുവന്ന് വായിച്ചത് മാത്രമാണ്. അത് SMFൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗീകരിച്ചതല്ല എന്ന് ആലിപ്പറമ്പ് ഞങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അഡ്ഹോക്ക് സമിതിയുടെ വന്നുകൊണ്ട് കമ്മിറ്റി രൂപീകരിക്കുന്നത് എങ്ങനെയാണ്? സ്റ്റേറ്റ് കമ്മിറ്റി രൂപീകരിച്ചതല്ലാതെ പിന്നെ അബ്ദുറഹ്മാൻ കല്ലായി അത് ഒരു ലിസ്റ്റ് വായിച്ചത് മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, അദ്ദേഹം ഒരു SMFൻ്റെ ആളാണല്ലോ ആലിപ്പറമ്പ്. അപ്പം അദ്ദേഹം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ SMF രൂപീകരിക്കാൻ വേണ്ടി വരുന്നത്? അപ്പോൾ ഇതിലെല്ലാം ഒരു ദുരൂഹതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് 8-ാം തീയതിക്ക് അത് രൂപീകരിക്കേണ്ട, പിന്നീട് എല്ലാവരും കൂടി ഒന്നിച്ച് രൂപീകരിക്കാമെന്ന് ഞങ്ങൾ ആലോചിച്ചതും അതിൽ നമ്മളെ പ്രവർത്തകന്മാരും പോകരുത് എന്ന് പറഞ്ഞതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂടി സമസ്തയുടെ നേതാക്കളും അതിൻ്റെ അംഗീകാരത്തോടു കൂടിയും നമുക്ക് നല്ലൊരു SMF രൂപീകരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.